Okay, welcome back. This is our video number 14, chapter name issue of share. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ ആണ്. ഒരു കമ്പനി ക്യാൻസൽ ചെയ്ത ഫോർഫീറ്റ് ചെയ്ത ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്യുക, അതിനെയാണ് നമ്മൾ റീഇഷ്യൂ എന്ന് പറയുക. ഓക്കെ, കമ്പനി ഈസ് റീഇഷ്യൂയിങ് ദ ഫോർഫീറ്റഡ് ഷെയർ. ഓക്കെ ഓക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എൻട്രിയിലോട്ട് പോകണം. ഇതിലും ഉണ്ട് കുറേ കുഞ്ഞു പോയിന്റ്സ്. അപ്പോൾ നമുക്ക് അതൊക്കെ വൺ ബൈ വൺ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം റീഇഷ്യൂ നടക്കുകയാണ് കമ്പനിയിൽ. ഫോർഫീച്ചറിൻ്റെ എൻട്രി വരെ എന്ത് രീതിയിലുള്ള ഫോർഫീച്ചർ വന്നാലും നമ്മൾ അതിൻ്റെ എൻട്രി ഒക്കെ എഴുതാനും എമൗണ്ട് ഫില്ല് ചെയ്യാനും പഠിച്ചു. ആ ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പം ഞാൻ നമ്മൾ വീഡിയോ നമ്പർ 4-ലും ഫസ്റ്റ് ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ബേസിക് എൻട്രി എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എഴുതാം. നോർമലി ചെക്ക് ത്രൂ ആണ് ട്രാൻസ്ഫർ വരുന്നതുകൊണ്ടാണ് നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതുന്നത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഒറ്റയടിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള ബ്രേക്കപ്സ് ഇല്ല. സോ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ എൻട്രി എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഷെയർ പാറിന് ഇഷ്യൂ ചെയ്യുമ്പം 10 രൂപേൻ്റെ ഷെയർ 10 രൂപക്ക് ഇഷ്യൂ ചെയ്യുമ്പം ഈ ഒരു സംഭവം. ഓക്കെ നൗ ഡിസ്കൗണ്ടിനും റീഇഷ്യൂ ചെയ്യാം. നമ്മൾ ക്യാൻസൽ ചെയ്ത ഷെയർ നമുക്ക് ഡിസ്കൗണ്ടിനും റീഇഷ്യൂ ചെയ്യാം. ഇത് നമ്മൾ വീഡിയോ നമ്പർ 4-ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഓക്കെ, എൻട്രി പറയുന്നതെന്ന് മാത്രം, ഞാൻ എമൗണ്ടിൻ്റെയും കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പം പറയും. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പം ആ ഡിസ്കൗണ്ട് കാണിക്കേണ്ടത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലാണ് ടു ഷെയർ ക്യാപിറ്റൽ. സോ ബേസിക് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് വരുമ്പോൾ മുകളിൽ ഡെബിറ്റിൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എഴുതണം. ഇത് ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി. ഇനി പ്രീമിയത്തിലും കമ്പനിക്ക് റീഇഷ്യൂ നടത്താം. കമ്പനിക്ക് പ്രീമിയത്തിലും റീഇഷ്യൂ, അതായത് 10 രൂപേൻ്റെ ഷെയർ 12 രൂപക്ക് വിൽക്കാം. അപ്പോഴും ബേസിക് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ തന്നെ, പക്ഷേ പ്രീമിയം ഉള്ളതുകൊണ്ട് പ്രീമിയം ഇവിടെ കാണിക്കണം. ടു ഷെയർ പ്രീമിയം നമ്മൾ ഫസ്റ്റ് എൻട്രിയിലും നമ്മൾ പ്രീമിയം ബേസിക് ഫസ്റ്റ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിലും നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ എഴുതണം. സോ ഈ 3 എൻട്രി മാത്രമേ റീഇഷ്യൂവിൻ്റെ സമയത്ത് വരുള്ളൂ. ഓക്കെ, ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്. അത് നമ്മൾ പ്രോബ്ലത്തിലൂടെ പറയാം. എനിവേ ജസ്റ്റ് ഒന്ന് പറയാം. ഫോർഫീച്ചർ അക്കൗണ്ടിൽ ബാലൻസ്, ഓക്കെ, ബാലൻസ് എന്ന് പറയാൻ പറ്റില്ല, ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഏതാന്നൊക്കെ നമ്മൾ പറയും. എൻട്രി മാത്രം ഞാനിവിടെ എഴുതുകയാണ്. ഫോർ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ഇതാണ് എൻട്രി. സോ മാക്സിമം 2 എൻട്രി റീഇഷ്യൂവിൻ്റെ സമയത്ത് ഉണ്ടാവും. ഒന്നുകിൽ ഈ എൻട്രി, അല്ലെങ്കിൽ ഈ എൻട്രി, അല്ലെങ്കിൽ ഈ എൻട്രി പ്ലസ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഓക്കെ, സോ ഈ 2 എൻട്രി മാത്രമേ റീഇഷ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇത് 3 ഒരുമിച്ച് വരില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റീഇഷ്യൂവിന് ഒരു പ്രോബ്ലം ത്രൂ എക്സ്പ്ലെയിൻ ചെയ്യാം. So problem is there on the screen. Company forfeited 50 share of rupees 10 each. Forfeit ചെയ്തു 50 share of 10 each. Issued at 10% premium. 10% പ്രീമിയത്തിന് കമ്പനി ഇഷ്യൂ ചെയ്തിരുന്ന ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പ്രീമിയം കളക്ട് ചെയ്തിരിക്കുന്നത് അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ്. ഫസ്റ്റ് കോൾ S3 per share. അത് കിട്ടിയിട്ടില്ല. വാസ് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രീമിയം വരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എരിയർ വന്നിരിക്കുന്നത് ഫസ്റ്റ് കോളിലാണ്. എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. നിങ്ങൾക്കോ അങ്ങനെയല്ലോ? ഓക്കെ, എനിവേ നോക്കാം. ദ കമ്പനി ഹാസ് നോട്ട് യെറ്റ് കോൾഡ് ദ സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹2 per share. അപ്പോൾ ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് കോൾ അയാൾ അടച്ചിട്ടില്ല. ഫൈനൽ കോൾ കമ്പനി വിളിച്ചിട്ടും ഇല്ല. ഓക്കെ, ഫൈനൽ കോൾ കമ്പനി അടക്കാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് കോൾ അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 50 ഷെയർ എടുത്ത ആൾ ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല. ഗിവ് ദ ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് ദ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ. ഫോർഫീച്ചറിൻ്റെയും റീഇഷ്യൂവിൻ്റെയും എൻട്രി എഴുതാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ കേസ് നമ്പർ 6 വരെ ഉണ്ട്. 1 to 6 നമുക്ക് 1 by 1 നോക്കാം. ഓക്കെ,
ഓക്കെ, സൊല്യൂഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ആദ്യം തന്ന കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് എരിയർ വന്നിരിക്കുന്ന ഷെയർ. ഞാനിവിടെ അതിൻ്റെ ഒരു 10x10% ആണ്. 10 രൂപക്ക് 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ 10%, 1 രൂപ പ്രീമിയം. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി. ഇവിടെ നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ പൈസ എത്രയാണെന്ന് തന്നിട്ടില്ല, ബട്ട് പ്രീമിയം അലോട്ട്മെൻറ്റിന് കൂടിയാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഇല്ലടോ, ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് 3 ആണെന്ന് പറയുന്നുണ്ട്, ഫൈനൽ കോളിൻ്റെ എമൗണ്ട് 2 ആണെന്ന് പറയുന്നുണ്ട്, ബട്ട് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് പറയുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത് 3, 2, 5 ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടണം? 10 കിട്ടണം. ഈ ഭാഗം 1 കിട്ടിയിട്ടുണ്ട്, ഓക്കെയാണ്. സോ ഇവിടെ ഇത് രണ്ടും കൂടിയിട്ട് എത്രയായിരിക്കാം? 5 ആയിരിക്കും, ഇല്ലേ? ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? ബിക്കോസ് എനിക്കറിയില്ല അപ്ലിക്കേഷൻ എത്രയാണ്, അലോട്ട്മെൻറ്റ് എത്രയാണ്. സോ ഇതും വലിയ സംഭവമൊന്നുമല്ലല്ലോ. സോ ഞാനത് അവിടെ എഴുതിയെന്ന് മാത്രം. നമുക്ക് ചിലപ്പം ആവശ്യം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആവശ്യം വരും. ഓക്കെ, എനിവേ ഞാൻ അവിടെ എഴുതി. നിങ്ങളും അത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവിടെ അത് എഴുതാം. അപ്പോൾ ഞാൻ കേസ് നമ്പർ 1 സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് 30 shares are reissued at 8 paid up at 9 per share. ക്വസ്റ്റ്യൻ അവിടെ നോക്കി വെച്ചോ. എനിവേ റീഇഷ്യൂൻ്റെ ആണത്. അപ്പോൾ നമുക്ക് ഫോർഫീച്ചറിൻ്റെ എൻട്രി ആദ്യം എഴുതാം. ആണ് നമ്മൾ അടക്കാഞ്ഞത്, ഫസ്റ്റ് കോൾ മാത്രമേ അടക്കാഞ്ഞതുള്ളൂ. ഇത് വിളിച്ചിട്ടില്ല കമ്പനി, സോ ഇവിടെ വരെയേ ഉള്ളൂ, ഇത് അടച്ചിട്ടുമില്ല. ഓക്കെ, സോ ടോട്ടൽ എന്ന് പറയുന്നത് 5 + 3 8 ആയിരിക്കണം. ഓക്കെ, 5 + 3 8. ഓക്കെ, 50 × 8 ഇവിടെ വരും, 50 × 3 ഇവിടെ വരും. ഇനി അടച്ച പൈസ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. പ്രീമിയത്തിൽ എരിയർ വന്നിട്ടില്ല, സോ പ്രീമിയം ഇല്ലാത്ത ബാക്കി, അതായത് ഇത് രണ്ടും അല്ലേ, പ്രീമിയം ഇല്ലാത്ത ബാക്കി, അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും വിത്തൗട്ട് പ്രീമിയത്തിൻ്റെ മണി. അപ്പോൾ എത്രയാടാ? 5 രൂപ. സോ 50 × 5. ഓക്കെ, സംഭവം ഒന്നുമില്ലേ ഇവിടെ. 2 × 3 ആണെങ്കിൽ എങ്ങനെ എടുക്കുക? പ്രീമിയം ഇല്ലാത്ത അലോട്ട്മെൻറ്റ് എടുക്കണം എന്നല്ല പഠിപ്പിച്ചത്. ഇവിടെ എന്തൊക്കെ അടച്ചിട്ടുണ്ട് അയാൾ? അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും അടച്ചിട്ടുണ്ട്. പ്രീമിയം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ കിട്ടിയ പ്രീമിയം വീണ്ടും നമ്മൾ എടുത്തെഴുതില്ല, ക്യാൻസൽ ചെയ്യില്ല, ഇവിടെ എഴുതില്ല. സോ പ്രീമിയം ഇല്ലാത്ത പൈസ, പ്രീമിയം ഇല്ലാത്ത പൈസ എന്ന് പറഞ്ഞാൽ 5 രൂപ. ഓക്കെ, സോ ഇവിടെ ഞാൻ അതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ശരിയാവുമോ നോക്കിയട്ടെ. ഇവിടെ 400, ഇവിടെ 150, ഇവിടെ 250. ശരിയായില്ലേ? 400 കിട്ടി. ഇനി റീഇഷ്യൂൻ്റെ എൻട്രി ആണ്. സോ ദിസ് ഇസ് ഫോർഫീച്ചറിൻ്റെ എൻട്രി, ഇനി റീഇഷ്യൂൻ്റെ എൻട്രി. സോ വാട്ട് ഇസ് കേസ് നമ്പർ 1? സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് 30 of the share are reissued. 50 ഷെയർ ഉണ്ടായിരുന്നു, ഫോർഫീറ്റ് ചെയ്തിരുന്നു, ക്യാൻസൽ ചെയ്തിരുന്നു. ഇതിനകത്ത് 30 മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ? റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. എത്ര പൈസേൻ്റെ ഷെയറാണ്? നന്നായിട്ട് ഓർമ്മിച്ച്. ഇവിടെ ഫുള്ളി പെയ്ഡപ്പ് അല്ല, ഇവിടെ 8 റുപ്പിയാണ് ഈ ഷെയറിൻ്റെ വില എന്ന് പറയുന്നത്. 8 റുപ്പിയാണ്. ഓക്കെ, കോൾഡ് അപ്പ് ചെയ്ത പൈസയാണ് നമ്മളിവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത്, അല്ലാണ്ട് 10 രൂപയല്ല. വിളിച്ചത് എത്രയാണോ അത്ര കോൾഡ് അപ്പ്. 8 രൂപ കോൾ ചെയ്ത ഷെയറിൽ 30 എണ്ണം റീഇഷ്യൂ ചെയ്തു. ഐ എം അഗെയിൻ റിപ്പീറ്റിംഗ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർമ്മിക്കണം. എത്ര കോൾ ചെയ്തു? കോൾ ചെയ്ത് എങ്ങനെയാണ് നോക്കി? ഇത് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര കോൾ ചെയ്തിട്ടുണ്ടാവും? 8 രൂപ. സോ 8 രൂപ കോൾ ചെയ്തത്. എപ്പോഴും ഷെയർ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം ഇല്ലാത്ത പൈസ എടുക്കണം. സോ 8 രൂപ കോൾ ചെയ്ത ഷെയറിൽ 30 എണ്ണം റീഇഷ്യൂ ചെയ്തു. അങ്ങനെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പറയാം കേട്ടോ. 8 രൂപ കോൾ ചെയ്ത് 50 ഷെയറിനകത്ത് 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അതിൽ 30 എണ്ണം റീഇഷ്യൂ ചെയ്തിരിക്കുന്നു. ഓക്കെ, എത്ര പൈസക്ക്? 9 രൂപക്ക്. ഓക്കെ, 8 രൂപേൻ്റെ ഷെയർ 9 രൂപക്ക്. സോ ഇറ്റ് ഇസ് ദ കേസ് ഓഫ് പ്രീമിയം അല്ലേ. 8 രൂപേൻ്റെ ഷെയർ 9 രൂപക്ക്. സോ പ്രീമിയം ആണ് കേസ്. സോ ഞാൻ റീഇഷ്യൂൻ്റെ എൻട്രി എഴുതുവാണ്. റീഇഷ്യൂൻ്റെ ബേസിക് എൻട്രി ഇതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. പ്രീമിയം ആണ്. പ്രീമിയം ആയതുകൊണ്ട് പ്രീമിയം ഇവിടെ വരണം. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇവിടെ എഴുതുമായിരുന്നു, ബട്ട് ഇത് ഡിസ്കൗണ്ട് അല്ല, പ്രീമിയം ആണ്. സോ ഞാനിവിടെ ഷെയർ പ്രീമിയം അക്കൗണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്നോ ഷെയർ പ്രീമിയം അക്കൗണ്ട് എന്നോ എന്താ നിങ്ങൾക്ക് തോന്നുന്നു അത് എഴുതാം. ഓക്കെ, ഈ 2 എണ്ണത്തിൽ എന്തെങ്കിലും തോന്നിയാൽ മതി കേട്ടോ. ഓക്കെ, എനിവേ അപ്പോൾ അതുമായി. അപ്പോൾ ഇനി എനിക്കിതിൽ എമൗണ്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. റീഇഷ്യൂ ചെയ്ത പൈസ എത്ര? 9. അപ്പോൾ സംശയം വേണ്ട, എത്ര പൈസ കിട്ടുന്നുണ്ട്? 9 രൂപ കിട്ടുന്നുണ്ട്. റീഇഷ്യൂ ചെയ്തത് 30 ആണ്. ക്യാപിറ്റലിലോട്ട് ഒരിക്കലും മീൻസ് നമ്മുടെ ഈ കോൾ ചെയ്ത പൈസയിൽ കൂടുതൽ എഴുതാൻ പാടില്ല. സോ ഹിയർ ഇറ്റ് കം 8 × 30.
എത്ര പൈസയായിരിക്കും പ്രീമിയം? 8 രൂപേൻ്റെ ഷെയർ 9 രൂപക്ക് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 1 രൂപയാണ് നമ്മുടെ പ്രീമിയം. സോ ഇവിടെ വരണം 1 × 30. ഓക്കെ, 270, 240, ഇവിടെ 30. ശരിയായില്ലേ അല്ലേ? അതും നമ്മൾ പ്രശ്നം തീർന്ന്. റേഷ്യൂൻ്റെയും പ്രശ്നം തീർന്നു. ഇനി ഒരു എൻട്രിയും കൂടെ. റേഷ്യൂവിന് എപ്പോഴും 2 എൻട്രി ഉണ്ട്. ഇത് ഫോർ ഫീച്ചറിൻ്റെ എൻട്രി, നരേഷൻ എഴുതണം. ഇത് റീഇഷ്യൂൻ്റെ എൻട്രി. റീഇഷ്യൂൻ്റെ എൻട്രി എഴുതി കഴിഞ്ഞ ഉടനെ നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ഒരു എൻട്രി എഴുതണം. ഇവിടെ എങ്ങനെ എമൗണ്ട് ഫില്ല് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയാം. ഇതിപ്പോൾ ഞാൻ കേസ് 1 ആണ് ചെയ്യുന്നത്. കേസ് നമ്പർ 3യും കൂടെ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. എനിക്ക് എപ്പോഴും റിസർവിൽ എമൗണ്ട് വേണമോ, എപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു എൻട്രി വേണമോ, അപ്പോൾ ഞാൻ എടുക്കേണ്ടത് ഫോർ ഫീച്ചറിൻ്റെ എൻട്രി മുന്നിലെടുത്ത് വെക്കുക. റീഇഷ്യൂൻ്റെ എൻട്രി നിങ്ങൾ തൊട്ട മുകളിലുള്ള ആ 2 എൻട്രിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. ഓക്കെ, എന്നിട്ട് ഫോർ ഫീച്ചർ എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ദാ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഈ എൻട്രിക്കകത്ത് ഫോർ ഫീച്ചർ ഉണ്ടോ? ഇല്ല, പ്രശ്നമില്ല. അപ്പോൾ ഈ എൻട്രിക്കകത്താണ് ഫോർ ഫീച്ചർ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര ഷെയർ, ഇത് എത്ര ഷെയറിൻ്റെ ആണ്? 50 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തത് അല്ലേ? 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. റേഷ്യോ എത്രേൻ്റെ ആണ്? 30 ഷെയറിൻ്റെ ആണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രം. എവിടെയൊക്കെ ഫോർഫീച്ചർ ഉണ്ടോ അവിടെയൊക്കെ റീഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഫോർഫീറ്റ് ചെയ്ത ഷെയറാണ് ഉള്ളത്. അപ്പോൾ റീഇഷ്യൂ ചെയ്ത ഷെയർ ആയിരുന്നു ഇവിടെയെങ്കിൽ 30 × 5 ഇവിടെ എത്ര കിട്ടും? 150 കിട്ടുമായിരുന്നു. റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ ഫില്ല് ചെയ്യുന്നു പഠിപ്പിച്ചു തരുവാണ്. സോ അതിന് ഞാൻ ആദ്യത്തെ എൻട്രിക്കകത്ത് ഫോർ ഫീച്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ നോക്കി. ഇവിടെ കണ്ടപ്പോൾ ഞാൻ ചെയ്തത് ഫോർഫീറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്ത് ഷെയറുകളുടെ എണ്ണം നോക്കി, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 50 ആണുള്ളത്, ഇവിടെ 30. അപ്പോൾ ഈ 30 വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്തപ്പോൾ ഇവിടെ 150 കിട്ടി. അപ്പോൾ എനിക്ക് 150 കിട്ടി. ഇനി ഞാൻ അടുത്ത എൻട്രിയിലോട്ട് വന്ന് നോക്കി, ഇവിടെ ഫോർ ഫീച്ചർ ഉണ്ടോ? ഫോർ ഫീച്ചർ ഇല്ല. ഇല്ലെങ്കിൽ ഈ എമൗണ്ട് തന്നെ ഇവിടെ വരും. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്ര മാത്രം. ഇനി ബൈ ചാൻസ് ഇവിടെ ഒരു ഫോർ ഫീച്ചർ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇത് 30 ഷെയറിൻ്റെ ആയിരിക്കുമല്ലോ റീഇഷ്യൂ ചെയ്യുന്നത്. ജസ്റ്റ് ഓക്കെ, അത് അവിടെ പറയാമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് മൈനസ് ചെയ്ത് ഇടണമെന്നേ ഉള്ളൂ. അത് ഞാൻ അവിടെ പറയും. ഇപ്പം നിങ്ങൾ ഓർമ്മിക്കുക, എപ്പോൾ റീഇഷ്യൂവിൽ ഈ ക്യാപിറ്റൽ റിസർവിൻ്റെ എൻട്രി വന്നാൽ തൊട്ട മുകളിലുള്ള 2 എൻട്രി, അത് ഫോർ ഫീച്ചറിന് റീഇഷ്യൂവിൻ്റെ എൻട്രി എടുക്കുക. ഫോർ ഫീച്ചർ എവിടെയാണ് വരുന്നത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റീഇഷ്യൂ ചെയ്ത ഷെയറുകൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യുക? റീഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണോ 30 × 5, റീഇഷ്യൂ ചെയ്ത ഷെയർ × 5 150. ഇവിടെ ഒന്നുമില്ലെങ്കിൽ അതേ എമൗണ്ട് എടുത്തിട്ട് ഇവിടെ താഴെ എഴുതണം. എന്താ ഞാനിവിടെ ചെയ്തതെന്നുള്ളത് ഈ കണക്ക് ചെയ്തതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കണക്ക് തെറ്റരുത്, അതാണ് ഞാനിവിടെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ 150 കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ കേസും കഴിഞ്ഞ് മൂന്നാമത്തെ കേസ് പറയുമ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് 100% ഓക്കെ ആയിക്കോളൂ. സോ കേസ് നമ്പർ 2 is there on the screen. Okay, if 30 of these shares are reissued at 8, called up and 8 per share. Okay, ഇനി നമുക്ക് ഈ ഒരു എൻട്രി ഇനി എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കേസ് 1 ബിക്കോസ് ഫോർ ഫീച്ചർ ഒന്നും പറയുന്നില്ല, റേഷ്യോ മാത്രമാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എൻട്രി നമ്മൾ അതേപടി കേസ് 2ൽ റിപ്പീറ്റ് ചെയ്യുക. അത് ഞാൻ എഴുതട്ടെ. ഓക്കെ, നമ്മുടെ കേസ് നമ്പർ 2 ആണ്. സോ ഞാൻ നിങ്ങൾ ഫസ്റ്റ് എൻട്രി റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. എക്സാമിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം എഴുതി പിന്നെ റീഇഷ്യൂൻ്റെ എൻട്രി കേസ് 2 കേസ് 3 എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി. ഇവിടെ പഠിക്കുന്നതായതുകൊണ്ട് ഞാൻ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ഹിയർ അഗെയിൻ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് 50 ഷെയറിൽ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് 50 ഷെയർ ഓഫ് എത്ര കോൾഡ് അപ്പ്? 8 കോൾഡ് അപ്പ്. അതിൽ 30 ഷെയർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നു എത്ര പൈസക്ക്? 8 രൂപക്ക്. ഓക്കെ, സോ നോർമൽ കേസാണ്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഡിസ്കൗണ്ടും ഇല്ല പ്രീമിയവും ഇല്ല. ഓക്കെ, സോ ഇവിടെ വരും 30 × 8 എത്ര കിട്ടി? 8 രൂപ. ഇവിടെയും വരും കോൾഡ് അപ്പ് എത്ര? 30 × 8. സോ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സോ 240, 240. ഇനി
ഓക്കെ, ഈ കേസ് നമ്പർ 2 ഒരു എൻട്രിയും കൂടി ഉണ്ട്. ഞാൻ ഓൾറെഡി കേസ് നമ്പർ 3 ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എഴുതാൻ പറഞ്ഞത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ചേർക്കും, അതുകൊണ്ട് ഇവിടെ സൈഡിൽ എഴുതുവാണ്. സോ ഇത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ എൻട്രി ഞാൻ എഡിറ്റ് ചെയ്തതാണ്. സോ ഇടയിലായിരിക്കും ഇത് കയറി വരിക. അപ്പോൾ ഇതിൻ്റെ 3rd എൻട്രി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ 30, ഇവിടെ 50 ഷെയർ, ഇവിടെ 30 ഷെയർ. അപ്പോൾ ഞാനിവിടെ 30 × 5 ചെയ്ത് നോക്കും, 150. പിന്നെയോ ഇതിലുണ്ടെങ്കിലും മൈനസ് ചെയ്യാനുണ്ടോ? ഇല്ല, ബിക്കോസ് ഇതിൽ ഷെയർ ഫോർഫീച്ചർ ഇല്ല. സോ ഇവിടെ 150, ഇവിടെ 150. ഓക്കെ, സോ നേരത്തെ അതേ എൻട്രി തന്നെ. ഇനി നമ്മൾ കേസ് നമ്പർ 3. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാം. 30 ഓഫ് ദീസ് ഷെയർസ് ആർ റീഇഷ്യൂഡ്. അഗെയിൻ 50 ഷെയർ ഉണ്ടായിരുന്നു, 8 കോൾഡ് അപ്പ് ചെയ്ത് 50 ഷെയറിൽ 30 റീഇഷ്യൂ ചെയ്തു. എത്ര പൈസക്കാണ് റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 7 രൂപക്കാണ് റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ 1 റുപ്പി നമുക്ക് എന്താണ്? ഡിസ്കൗണ്ട് ആണ്, കുറഞ്ഞ പൈസക്ക് അല്ലേ, ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻട്രി ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാനപ്പോൾ ഫോർഫീച്ചറിൻ്റെ എൻട്രി ഞാൻ കേസ് നമ്പർ 3 ജസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ റീഇഷ്യൂൻ്റെ എൻട്രി എഴുതാൻ പോകുന്നത്. റീഇഷ്യൂൻ്റെ എൻട്രി ബേസിക് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. സോ ഇവിടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഡിസ്കൗണ്ട് വരുമ്പം ഇവിടെ നമ്മൾ ആരെഴുതണം? ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് എഴുതണം. ബാങ്കിലോട്ട് എത്ര പൈസ കിട്ടിയിട്ടുണ്ടാവും? 7 രൂപ. 7 രൂപയാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 30 ഷെയറിന് 7 രൂപ വെച്ച് ബാങ്കിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനിയോ 210. ഇനിയോ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡിസ്കൗണ്ട് വരണം. ഡിസ്കൗണ്ട് എത്രയാണെന്ന് എനിക്കറിയാം, 1 രൂപയാണ്. സോ ഇവിടെ 30 വരണം. ഇവിടെ 8 രൂപ ഷെയർ ക്യാപിറ്റലിൽ കോൾഡ് അപ്പ് ചെയ്ത പൈസ വരണം. 30 × 8 240. സോ പ്രശ്നമൊന്നുമില്ല, നമ്മൾ അതും എഴുതി. ഇത് നമ്മുടെ റീഇഷ്യൂൻ്റെ എൻട്രി. റീഇഷ്യൂ ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ അതെന്താണെന്നൊക്കെ ഞാൻ പറയും. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ എങ്ങനെ എമൗണ്ട് വരുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് 50 ഷെയറിൻ്റെത്, ഇത് 30 ഷെയറിൻ്റെ. അപ്പോൾ റീഇഷ്യൂ ചെയ്ത ഷെയർ ആക്കിയിട്ട് ഇത് മാറ്റണം. ബിക്കോസ് ഇവിടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഞാൻ ആദ്യം ഈ എൻട്രിയിലെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിന് നമുക്ക് എത്രയിലോട്ട് മാറ്റണം? 50 അല്ല 30 മാറ്റണം. അപ്പോൾ ഞാനിവിടെ 30 × 5 എന്ന് എഴുതി 150 കിട്ടി. ഓക്കെ കിട്ടി. ഇനി എന്ത് വേണം എന്ന് വെച്ചാൽ 2ാമത്തെ എൻട്രിക്കകത്ത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഉണ്ടോ നോക്കണം. ഉണ്ട്. ഇത് ഇവിടെയാണ് ആള്. ഇവിടെയും നമ്മളെ ഷെയറിൻ്റെ എണ്ണം 30 ആയിരിക്കണം. ഇവിടെ എപ്പോഴും 30 ആവുള്ളൂ. അപ്പോൾ ഇവിടെ 30 പ്രശ്നമില്ല. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണ്ട. ഇവിടെ റീഇഷ്യൂ ചെയ്ത ഷെയർ അല്ലാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്തു. ഇവിടെ 30 ആണുള്ളത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 30 ആണ്. ഞാൻ 2 റൗണ്ട് ചെയ്ത് 2 സാധനം കണ്ടല്ലോ, ഒന്ന് ക്രെഡിറ്റിലും ഒന്ന് ഡെബിറ്റിലും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യണ്ടേ? ഒന്ന് ക്രെഡിറ്റിലും ഒന്ന് ഡെബിറ്റിലും അല്ലേ ഉള്ളത്. അപ്പോൾ രണ്ടും തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഞാനിവിടെ എമൗണ്ട് എഴുതും 120. എന്തെങ്കിലും സംശയം ഉണ്ടോ? എത്ര സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, എമൗണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ 2 ഷെയറുകളും ഒരെണ്ണം ആക്കണം. ഒന്ന് ഏത്? റീഇഷ്യൂ ചെയ്ത ഷെയർ ആയിരിക്കണം. ഫോർഫീറ്റ് ചെയ്തതിൽ നിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അഗെയിൻ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയും. അപ്പോൾ എമൗണ്ട് ഫില്ലായേ. നൗ യുവർ കേസ് നമ്പർ 3. കേസ് നമ്പർ 3 പറഞ്ഞിരിക്കുന്നത് case number 4. Sorry. Now your case number 4. Okay, case number 4 ആണ്. ഫസ്റ്റത്തെ ഫോർഫീച്ചറിൻ്റെ എൻട്രി ഞാൻ അതേപടി ഇവിടെ എഴുതി. ഓക്കെ, ക്ലാരിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, എനിവേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി റീഇഷ്യൂൻ്റെ എൻട്രി ആണ്. റീഇഷ്യൂൻ്റെ എൻട്രി ആണ്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, if 30 shares are reissued at rupees, same സംഭവം. 50 ഷെയർ 8 പെയ്ഡ് അപ്പ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് റീസൺ ഇസ് ദർ. ഓക്കെ, 50 രൂപയുടെ 8 രൂപ പെയ്ഡ് ചെയ്ത് 50 ഷെയറിൽ 30 ഷെയർ റീഇഷ്യൂ ചെയ്തു. എത്ര പൈസക്ക്? 3 രൂപക്ക്. ഐ ഗോഡ്, എന്താ ചെയ്യല്ലേ. അപ്പോൾ എത്ര പൈസ ഡിസ്കൗണ്ട് വന്ന്? 8 രൂപേൻ്റെ ഷെയർ 3 രൂപ എന്ന് പറയുമ്പോൾ 5 രൂപ ഡിസ്കൗണ്ട്. സംശയമൊന്നുമില്ല.
എൻട്രി എഴുതിക്കോ. എന്നെ വെയിറ്റ് ചെയ്യേണ്ടടാ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എഴുതി നോക്കുക എൻട്രി. ദെൻ തെറ്റുവാണെങ്കിൽ നമുക്ക് എൻട്രിയും എമൗണ്ടും കൂടെ നിങ്ങളൊന്ന് എഴുത് കേട്ടോ. എന്നാലല്ലേ നമുക്ക് ഇംപ്രവൈസേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ടിൽ 3 രൂപയാണ് ഷെയർ വിറ്റിരിക്കുന്നത്. അപ്പം 30 × 3 വരും, 150 വരും. 5 രൂപ ഡിസ്കൗണ്ട്. സോ ഇവിടെ 30 × 5 150 വരും. ഇവിടെ എത്ര രൂപേൻ്റെ ഷെയർ ആണോ? 8 രൂപയുടെ. അപ്പം ഭയങ്കര കണക്കല്ലേ. ഓക്കെ, എനിവേ 30 × 3 90. ഓക്കെ, ഇനി ഷെയർ ക്യാപിറ്റലിൽ 8 രൂപയുടെ ആണ്. സോ ഇറ്റ് ഇസ് 240. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അടുത്ത എൻട്രി, അയ്യോ ടെക്സ്റ്റ് ബുക്കിൽ ആ എൻട്രി കാണുന്നില്ലല്ലോ എന്നെല്ലാം ചില ആൾക്കാർ അവിടെ ഭയങ്കരമായി പറയുന്നുണ്ട്. ഞാനിവിടെ എഴുതുവാണ്. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ഞാൻ എമൗണ്ട് കണ്ടുപിടിക്കുകയാണ്. റീഇഷ്യൂ ചെയ്ത ഷെയർ പോലെ ഇവിടെ ആക്കണം. അപ്പം ഞാനിവിടെ 50ക്ക് പകരം 30 × 5 എടുത്തു, 150. ഇവിടെ ഒരു ഫോർ ഫീച്ചർ ഉണ്ട്, ഇവിടെയും. ഇത് ക്രെഡിറ്റിൽ, ഇത് ഡെബിറ്റിൽ, രണ്ടും കൂടെ മൈനസ് ചെയ്യണം. ഇവിടെയും 150, ഇവിടെ എത്രയുള്ള 150. ഇത് 0 ആയിട്ട്. അതുകൊണ്ടാണ് ഈ എൻട്രി ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനത്. ഓക്കെ, നൗ യുവർ കേസ് നമ്പർ 5. കേസ് നമ്പർ 5ൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇഫ് 30 ഷെയർ ഓഫ് ദീസ് ആർ റീഇഷ്യൂഡ് അറ്റ് ഫുള്ളി പെയ്ഡ് അപ്പ് ഫോർ 5 പെർ ഷെയർ. ഇതുവരെ ഇല്ലാത്തൊരു പുതിയ വേർഡ് നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ 8 പെയ്ഡ് അപ്പ് 8 കോൾഡ് അപ്പ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ ഇത്രയേറെ 8 ഫുള്ളി പെയ്ഡ് എന്നുള്ള വേർഡേ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ കേസ് നമ്പർ 4 ഇവിടെ തന്നിരിക്കുന്നത് 50 ഷെയർ 8 കോൾഡ് അപ്പ്. ശ്രദ്ധിക്കണേ മക്കളെ, സിമ്പിളാണ്. ബട്ട് നമ്മൾക്ക് സംഭവം എന്താണെന്ന് ക്ലിയർ ആയി, ഇറ്റ്സ് ഓക്കെ. അതിൽ 30 എണ്ണം റീഇഷ്യൂ ചെയ്തു ആസ് ഫുള്ളി പെയ്ഡ് അപ്പ്. നല്ല ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നമുക്കിവിടെ അതങ്ങ് എഴുതാം. ഫുള്ളി പെയ്ഡ് അപ്പ് എത്ര പൈസക്ക? 4 rupees 5 പെർ ഷെയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാം. ഓക്കെ, ഭയങ്കരമായ മടി, വീണ്ടും എഴുതാൻ മടി. സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എൻട്രി. സോ ഇതുമില്ലേ. സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എൻട്രി അതേപോലെ തന്നെ. സോ ഞാൻ റീഇഷ്യൂൻ്റെ എൻട്രി മാത്രം എഴുതാം. റീഇഷ്യൂൻ്റെ എൻട്രി ഇവിടെ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് ഒന്നും നോക്കണ്ട. 5 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഡിസ്കൗണ്ട് ആണെന്ന് മനസ്സിലായി. സോ എൻട്രി ഞാൻ എഴുതുകയാണ്. ഓക്കെ, എനിക്ക് സത്യമായിട്ടും എഴുതാൻ ഭയങ്കര മടിയാണേ. ഓക്കെ ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എൻട്രി ഒക്കെ എഴുതി. ഇനി എന്താണ് ഈ ഫുള്ളി പെയ്ഡ് അപ്പിൻ്റെ മീനിങ് എന്നാണ് പറയാൻ പോകുന്നത്. ഈ ഷെയർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുക, ഈ ഷെയറിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് നോക്കുക. ആ യഥാർത്ഥ വിലയാണ് 10 രൂപ. സോ ഇതിന് ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കേണ്ട പൈസ 10 രൂപയാണ്. 8 രൂപ എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി ബാക്കി എന്തൊക്കെയാണ് വ്യത്യാസം നോക്കിക്കോ. ഇവിടെ കമ്പാരിസൺ ഇസ് നോട്ട് വിത്ത് 8 and 5. എത്ര രൂപ ഡിസ്കൗണ്ട് എന്ന് ചോദിച്ചാൽ 10 രൂപേൻ്റെ ഷെയർ 5 രൂപക്ക് വിറ്റു. സോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 - 5 5 രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട്. എത്ര കിട്ടിയിട്ടുണ്ടാവും? 5 രൂപക്കാണ് വിറ്റത്. അപ്പോൾ 5 രൂപ കിട്ടിയിട്ടുണ്ടാവും 30 ഷെയറിന്. എത്ര ഡിസ്കൗണ്ട്? ടോട്ടൽ ഇറ്റ് ഇസ് 10. സോ 10 - 5 5 ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാനിത് എമൗണ്ട് ഒന്ന് ആഡ് ചെയ്തിട്ടിടട്ടെ. 150 ഹിയർ, 150 ഹിയർ, 300. ഓക്കെ ഓക്കെ ആണ്. ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ തെറ്റിക്കാൻ പാടില്ല. യഥാർത്ഥ വില, ഒരു ഷെയറിൻ്റെ എത്രയാണ് വില എന്ന് നോക്കുക. പ്രീമിയത്തിനെ പറ്റി നിങ്ങൾ ബേജാറാവുക വേണ്ട. പ്രീമിയം ഇനി സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രീമിയം ഉണ്ടല്ലോ എന്നുള്ളതിന് കൺഫ്യൂഷനേ വേണ്ട. പ്രീമിയം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിക്കോട്ടെ. റീഇഷ്യൂൻ്റെ സമയത്ത് ആ പ്രീമിയം നിങ്ങൾ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. പ്രീമിയത്തിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്ന ഫോർ ഫീച്ചറാണ്. അവിടെ നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ ടൈമിൽ എടുക്കണം എടുക്കണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എൻട്രി നമ്മൾ പറഞ്ഞു 0 വരുന്നതുകൊണ്ട് അത് എടുക്കണ്ട. ഓക്കെ
ഓക്കെ, ഇനി അടുത്ത ഒരു എൻട്രിയും കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അറ്റ് ഒരു ക്യാപിറ്റലിസം. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ 50 ഷെയർ ആണുള്ളത്. അപ്പോൾ 30 എടുത്തിട്ട് ചെയ്യുമ്പോൾ 150 വരിക. ഇവിടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 150 ആണ്. അപ്പോൾ 0 ബാലൻസ് വരുന്നതുകൊണ്ടാണ് കേസ് നമ്പർ 5ലും ആ എൻട്രി എഴുതാത്തത്. നൗ യുവർ കേസ് നമ്പർ 6. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഈ 50 ഷെയർസ് were reissued as fully paid up for ₹6 per share. നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എഴുതുവാണേ. 50 ഷെയർ ഓഫ് ₹8 കോൾഡ് അപ്പ്. അതിലെത്ര റീഇഷ്യൂ ചെയ്യുന്നു പറയുന്നത് 50ഉം റീഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ഫോർ ₹6. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റീഇഷ്യൂൻ്റെ എൻട്രി എഴുതുവാണ്. 8 രൂപ 6 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് ആണെന്ന് മനസ്സിലായി. സോ ഞാൻ എൻട്രി എഴുതുവാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, എമൗണ്ട് എഴുതുന്നതെല്ലാം ചിലപ്പോൾ എന്നോട് തെറ്റും. അപ്പോൾ നിങ്ങൾ എന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യണം. കമൻറ്റിലോ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഞാനിത് രണ്ടാമതും ഒന്ന് ചെക്ക് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ എഴുതുന്നത് ശരിയാണോ എന്നൊക്കെ. ഓക്കെ, ജസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. ഇൻറ്റു ചെയ്യുന്ന ആഡ് ചെയ്യുന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണേ എൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സംശയം വേണ്ട, 8 പെയ്ഡപ്പാണ്. സോ ഇവിടെ 8 തന്നെ അല്ലേ? എത്ര? അയ്യോ ടീച്ചറെ തെറ്റി. നല്ലോണം ക്വസ്റ്റ്യൻ വായിക്കും ടീച്ചറെ. യെസ്, ക്വസ്റ്റ്യൻ പിന്നെയും സ്ക്രീനിൽ കാണാം. ഇഫ് 50 ഷെയർസ് were reissued as fully paid up ആണ്. അപ്പോൾ കോൾഡ് അപ്പ് അല്ല, സോറി, ഞാൻ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചില്ല. എൻ്റെ ഒരു മാർക്ക് ഇപ്പോൾ പോകുവാനു അല്ലേ? ഓക്കെ, ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10 എടുക്കണം. എത്ര ഷെയറാണ് റീഇഷ്യൂ ചെയ്തത്? അപ്പോൾ ഇവിടെ 500. ഓക്കെ, അപ്പോൾ 10 രൂപേൻ്റെ ഷെയർ 6 രൂപക്ക്. അപ്പം 4 രൂപ ഡിസ്കൗണ്ട്. അപ്പം 50 × 4 ഡിസ്കൗണ്ട്. ഇനി എത്രയാണ് അവർക്ക് കിട്ടിയത്? 6 രൂപ. അപ്പം 50 × 6 അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരും 300, ഇവിടെ വരും 200, ഇവിടെ വരും 500. ഓക്കെയാണ്. ഇനി അടുത്ത എൻട്രി ഞാൻ എഴുതുവാണ്. ടു ഷെയർ, ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ, ഫുള്ളി പെയ്ഡ് അപ്പ്, ഞാനത് കണ്ടില്ല. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ടെക്സ്റ്റ് ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഫോൺ നോക്കിയിട്ടാണ് ഞാൻ ഈ ചിലതൊക്കെ പറയുമ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് എഴുതാൻ പോവാണേ. അപ്പം ഫോർഫീറ്റ് ചെയ്ത ഷെയറുകളുടെ എണ്ണം 50, റീഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ എണ്ണം 50. അപ്പോൾ ഇവിടെ മാറ്റണോ വേണ്ട. ഇവിടെയും 50 ആണ്, ഇവിടെയും 50 ആണ്. റീഇഷ്യൂ ചെയ്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 250 മൈനസ് ഇവിടെയും 50 മൈനസ് 200. എത്രയാ? 250 മൈനസ് 200, 50 വേണം ഇവിടെ എഴുതാൻ. എന്തുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്? രണ്ടിലും ഷെയറുകളുടെ എണ്ണം സെയിം ആണ്. ഇവിടെ വേറെ ആണെങ്കിലാണ്, റീഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ എണ്ണം വ്യത്യാസം വരുമ്പോഴാണ് നമ്മളിവിടെ ചേഞ്ച് വരുത്തുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇത് നോക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്താണ് നടന്നത്? ഇത്രയും വരെ കൊണ്ട് ഓക്കെ ആയ കുട്ടികൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. ഇനി ഈ ഒരു സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താ നടന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ ഫോർഫീച്ചറിൻ്റെ എൻട്രിയാണ്. ഞാൻ റീഇഷ്യൂ പറയുകയാണ്. 50 ഷെയർ തന്നെ റീഇഷ്യൂ ചെയ്തു. ഓക്കെ, 50 ഷെയർ റീഇഷ്യൂഡ് ₹7 per ഷെയർ. 7 രൂപക്ക് ഈ 50 ഷെയർ റീഇഷ്യൂ ചെയ്തു. ഞാൻ അതിൻ്റെ എൻട്രി എഴുതുവാണേ. ബാങ്ക് അക്കൗണ്ടിലോട്ട് 7 വരും. 7 × 50 350 വരും. ഡിസ്കൗണ്ട് ആണ്. 8 രൂപേൻ്റെ ഷെയർ 7 രൂപക്ക്. അപ്പോൾ ഇവിടെ ഷെയർ ഫോർഫീച്ചർ വരും. 50 1 രൂപ. അപ്പോൾ ഇവിടെ 50 വരും. ടു ഷെയർ ക്യാപിറ്റൽ 8 രൂപയാണ്. സോ 400. ഓക്കെ, 50 × 8 400 വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി അടുത്ത ക്യാപിറ്റൽ റിസർവിൻ്റെ എൻട്രി വേണമെന്നറിയാം. ഇവിടെ എന്താ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത് നമുക്കൊരു ലാഭമാണ്. ഓക്കെ, ബട്ട് നമുക്കിത് ക്യാപിറ്റൽ പ്രോഫിറ്റായിട്ട് നമ്മളത് കാണിക്കില്ല. അപ്പോൾ ഇവിടെ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ,
ഈ ഒരു 50 ഷെയറിന് കമ്പനിക്ക് എങ്ങനെയോ കിട്ടിയ ഒരു ലാഭമാണിത് അല്ലേ. ഇത് ലാഭം തന്നെയല്ലേ, ബിക്കോസ് ഒരാൾ അടച്ച പൈസയാണ്, പക്ഷെ അവർക്കത് കൊടുത്തില്ല അല്ലേ. ഷെയർ ഹോൾഡർ ഓൾറെഡി അടച്ച പൈസയാണ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ 250-നകത്തുനിന്ന് ആ 50 ഷെയർ തിരിച്ച് റീഇഷ്യൂ ചെയ്തപ്പം നമുക്കൊരു 50 രൂപ നഷ്ടമുണ്ടായി. ഓക്കെ, 50 ഷെയറിൽ 50 ഷെയർ റീഇഷ്യൂ ചെയ്തു. ഓക്കെ, ആ സമയത്ത് വരുന്ന ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പം ബാക്കി വരുന്ന ലാഭത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലോട്ട് കാണിക്കുക. ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ കൂടെ ചെയ്തിട്ട് ബാക്കി വരുന്ന സംഭവം. സോ ഫോർഫീച്ചർ നടക്കണം, റീഇഷ്യൂ നടക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിവിടെ ആ എൻട്രി എഴുതുമ്പം എൻട്രിയിലെ എമൗണ്ട് ഇപ്പോൾ നിങ്ങൾ സൂപ്പറായിട്ട് ഫില്ല് ചെയ്യും. സോ ഇവിടെയും 50, ഇവിടെയും 50. അപ്പോൾ ഒന്നും മാറ്റണോ? വേണ്ട, രണ്ടും സെയിം ആണ്. അപ്പോൾ 250 - 50 200 വരും. ഓക്കെ, ഇത്രയും ഷെയർ റീഇഷ്യൂ ഫോർഫീറ്റ് ചെയ്തു, അത്ര തന്നെ റീഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇനി ഇതേ കേസിൽ ഞാനിവിടെ 30 ഷെയർ ആണെന്ന് വെച്ചോ റീഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ₹7 per ഷെയർ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ മാറും. 7, അപ്പോൾ 30 × 7 210 ആവും. 30 × 1 30 ആവും. 30 × 8 240 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര എമൗണ്ട് വരും? ഇവിടെ 30 ആണ്, അപ്പോൾ ഇവിടെ 30 × 5 150 ആയിരിക്കും. 150-ന്ന് 30 മൈനസ് ചെയ്താൽ ഇവിടെയും 120, ഇവിടെയും 100. ഇങ്ങനെയാണ് നമ്മൾ എമൗണ്ട് എഴുതിയത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റൻസ് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്തിട്ട് ബാക്കി ഫോർഫീച്ചറിലെ എമൗണ്ട് ആണ് നമ്മുടെ ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഫോർഫീറ്റ് ചെയ്തത് 50-ഉം റീഇഷ്യൂ ചെയ്തത് 30-ഉമാണ്. അപ്പോൾ ഞാൻ 30 ഷെയറിൻ്റെ മാത്രമാണ് ഏത് അക്കൗണ്ടിലോട്ട് കാണിക്കുന്നത്. ഇപ്പം ഇവിടെ ഞാൻ എഴുതി 30 × 5 150. ഇതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ 30 ഷെയർ എടുത്ത ഒരാൾ എത്ര അടച്ചിട്ടുണ്ടാവും എന്നല്ലേ. ഇതെന്താണ്? 50 ഷെയർ എടുത്ത ആൾ എത്ര അടച്ചു എന്നല്ലേ നോക്കി. ഇവിടെ 30 ഷെയർ എടുത്ത ആൾ എത്ര അടച്ചിട്ടുണ്ടാവും? 150. ഓക്കെ, അപ്പോൾ ആ ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടായ ഡിസ്കൗണ്ട് കഴിച്ച് ബാക്കി. ഓക്കെ, അപ്പോൾ 20 ഷെയർ, ഇപ്പം മൊത്തം 50 ഇല്ലേ, ആ 20 ഷെയറിൻ്റെ ബാക്കി ഇപ്പോഴും ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് കിടക്കും. എത്ര? 20 × 5 100. ഈ 100 രൂപ ഇപ്പോഴും ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കിടക്കും. ഇനി ആ 20 ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ 20-ൽ വന്നിരിക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഓക്കെ, എനിക്കിപ്പോഴും നിങ്ങൾക്കത് ക്ലിയർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞിവിടെ നിർത്തുന്നു. ബാക്കി നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലിയോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റിലോ ചോദിച്ചോളൂ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നമ്പർ നെക്സ്റ്റ് എക്സാമ്പിളും ചെയ്യാം. അത് ഇത്തിരി കട്ട് ചെയ്യാൻ തോന്നുന്നു. പിന്നെ നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ആണെന്ന് തോന്നുന്നു. അതും ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങൾക്ക് ചെയ്യില്ല എന്ന് തോന്നിയാൽ ഞാൻ ചെയ്തു തരും. ഓക്കെ.